ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോർക്ക ID കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഇതിൻ്റെ മുമ്പ് ഞാൻ നോർക്കയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്ത് ID കാർഡിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നോർക്കയുടെ ആനുകൂല്യങ്ങൾ എന്തെല്ലാം എന്നുള്ളൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ ആ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് കാണാം. അപ്പോൾ നമുക്ക് നോർക്ക ID കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. അതിനായി നമ്മൾ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നോർക്ക എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ മുകളിൽ കാണുന്ന നോർക്ക റൂട്ട്സ് എന്ന് കാണുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അതിൻ്റെ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ സൈൻ അപ്പും സൈൻ ഇന്നും കാണാം. അവിടെ നമ്മൾ സൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്തു വെച്ചിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് അടിച്ച് നമ്മൾ ലോഗിൻ ചെയ്യണം. അതിനായി മൊബൈൽ നമ്പർ ആയിരിക്കും നമ്മൾ കൊടുത്തിരിക്കുക യൂസർ നെയിം. ഒരു പാസ്വേഡ് നമ്മൾ അപ്പോൾ ചെയ്തു വെച്ച 8 അക്ക നമ്പർ പാസ്വേഡും ഉണ്ടായിരിക്കും. അത് ടൈപ്പ് ചെയ്ത് സൈൻ ചെയ്താൽ നമ്മൾ അതിൻ്റെ അടുത്ത പേജിലേക്ക് പോകും. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എൻ്റെ മൊബൈൽ നമ്പറും ഞാൻ സെറ്റ് ചെയ്ത് വെച്ച പാസ്വേഡുമാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അടിച്ച് അത് സെറ്റ് ചെയ്ത് ഒരു ക്യാപ്ചർ കോഡ് ഉണ്ട്, അതും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്യാപ്ചർ കോഡ്. എന്നിട്ട് സൈൻ എന്നുള്ള ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സമയമെടുക്കും, ഒന്ന് വെയിറ്റ് ചെയ്യാം. സൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സായിട്ട് നമ്മൾ അതിൻ്റെ പേജിലേക്ക് പോകും. അപ്പോൾ അവിടെ നോർക്ക ID കാർഡ് MPRI എന്നുള്ള അതിൻ്റെ അടിയിൽ കാണാം കണ്ടിന്യൂ ടു പ്രൊസീഡ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് പേജിലേക്ക് എത്തും. അവിടെ നമുക്ക് കാണിക്കാം റെസ്യൂം ആപ്ലിക്കേഷൻ, വ്യൂ ആപ്ലിക്കേഷൻ, ഇൻഷുറൻസ് ക്ലെയിം റിക്വസ്റ്റ്. അതിൽ വ്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. വ്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയിലേക്ക് പോകും. അവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പേഴ്സണൽ ID കാർഡ്, അതായത് നെയിം ഓഫ് സർവീസ്, പേഴ്സണൽ ID കാർഡ്, ആപ്ലിക്കേഷൻ നമ്പർ, ആപ്ലിക്കേഷൻ ഡേറ്റ്, റെസിപ്റ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ക്ലിക്ക് ചെയ്ത് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തതാണത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബാക്കോട്ട് വന്ന് അതിൻ്റെ താഴേക്ക് വന്നാൽ ID കാർഡ് എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ID കാർഡും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ID കാർഡും ഡൗൺലോഡ് ചെയ്തെടുത്തു. ഇങ്ങനെയാണ് നമുക്ക് റെസിപ്റ്റും ID കാർഡും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന രൂപം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോയുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരും. അത് നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.